ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേഷ്യൻസ് ക്ലിനിക്കിൽ വന്നിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 2 നേരം ബ്രഷ് ചെയ്യാറുണ്ട്, പക്ഷെ എൻ്റെ പല്ലെന്താണ് ഡോക്ടർ ഇങ്ങനെ? അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പല്ലിന്റെ ആരോഗ്യം നിലനിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു ഗുഡ് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഓരോന്നായിട്ട് നോക്കാം. ഒരു ഗുഡ് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രഷിങ് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. എപ്പോഴും ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് തിരഞ്ഞെടുക്കുക. ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെർവിക്കൽ അബ്രേഷൻ, അട്രീഷൻ പോലുള്ള കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇത് പേഷ്യൻസിന് പല്ല് പുളിപ്പ് വരാനുള്ള ഒരു കാരണമാണ്. ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽസ് ടെക്നിക് ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഫോളോ ചെയ്ത് ബ്രഷ് ചെയ്യാൻ ശ്രമിക്കാം. ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. പല്ലിന്റെ പുറഭാഗമാണെങ്കിൽ നമ്മൾ ഇതുപോലെ സർക്കുലർ മോഷനിൽ ബ്രഷ് ചെയ്യാം. അകഭാഗം ബ്രഷിനെ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യാം. അതുപോലെ പല്ലിന്റെ എല്ലാ സർഫസിലോട്ടും ബ്രഷ് എത്തുന്ന രീതിയിൽ ബ്രഷിനെ തിരിച്ചു പിടിച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്യാം. ഇനി നമ്മൾ ചവയ്ക്കുന്ന സർഫസ് ഉണ്ട്, അത് ഇതുപോലെ സ്ട്രോക്ക് മോഷനിൽ ബ്രഷ് ചെയ്യാം. ഇതുപോലെ പല്ലിന്റെ എല്ലാ സർഫസിലും ബ്രഷ് എത്തുന്നുണ്ടോയെന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ബ്രഷിംഗ് ടൈമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കുറഞ്ഞത് 2 മിനിറ്റ് എങ്കിലും ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് ടൂത്ത് പേസ്റ്റ് ആണ് ഡോക്ടർ യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ഫ്ലൂറൈഡ് കണ്ടന്റ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് കേരീസ് വരുന്നതിനെ തടയും. നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൂത്ത് പേസ്റ്റിന്റെ എമൗണ്ട് എപ്പോഴും ഒരു പി സൈസ് ആയിരിക്കാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ബ്രഷ് ചെയ്യും അല്ലെ, എന്നാൽ കിടക്കുന്നതിന് മുമ്പ് ബ്രഷിങ് ചെയ്യാതെ കിടക്കരുത്. കാര്യം നമ്മൾ ഒരു ഫുൾ ഡേ കഴിക്കുന്ന ഫുഡ് വേസ്റ്റ് എല്ലാം പല്ലിൽ ഇരിക്കുന്നുണ്ടാവും. അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പല്ലിന് തോട് വരാനുള്ള സാധ്യത കൂട്ടും. അതുപോലെ തന്നെ ടങ് ക്ലീനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാക്കിൽ അടിഞ്ഞിരിക്കുന്ന ബാക്ടീരിയാസ് റിമൂവ് ചെയ്യാൻ ഇത് സഹായിക്കും. എന്താണ് ഡെന്റൽ ഫ്ലോസിംഗ്? അപ്പൊ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ഇവിടെ പിൻ ചെയ്യാം. ഡെന്റൽ ഫ്ലോസിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇന്റർഡെന്റലി കാണുന്ന ഫുഡ് വേസ്റ്റ്, ബാക്ടീരിയാസ് ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ഫുഡ് വേസ്റ്റിൽ നിന്ന് ഉണ്ടാകുന്ന മോണയുടെ ഇൻഫ്ലമേഷൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യും. ഒരുപാട് നാള് വൃത്തിയാക്കാൻ സാധിക്കാതെ ഈ ഫുഡ് വേസ്റ്റ് എല്ലാം പല്ലിൽ കുടുങ്ങിയിരിക്കുമ്പോഴത്തേക്കും അത് കാൽക്കുലസ് ആയിട്ട് കൺവേർട്ട് ആകും. ഈ കാൽക്കുലസില് ബാക്ടീരിയാസ് വന്നിട്ട് നമുക്ക് മോണയ്ക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും മോണയിൽ നിന്ന് ബ്ലീഡിങ് വരാൻ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതെ, 6 മാസത്തിലൊരിക്കൽ ഡെന്റൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ വായിൽ വരുന്ന ലീഷൻസ്, അൾസേഴ്സ്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഏർലി ഡയഗ്നോസിസ് ചെയ്ത് ഏർലി ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഈറ്റ് വെൽ ബാലൻസ്ഡ് ഡയറ്റ്. അതെ, നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കണം. കാര്യം ഒരുപാട് ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമ്മുടെ പല്ലിന് പോട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഡ്രിങ്ക് ഫ്ലൂറിഡേറ്റഡ് വാട്ടർ. ഇത് നമ്മുടെ പല്ലിന് പോട് വരുന്നത് തടയും. അപ്പൊ ഞാനീ പറഞ്ഞ 5 പോയിന്റ് ശ്രദ്ധിച്ചാൽ തന്നെ ഏകദേശം പല്ലിന് വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് തന്നെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വരുന്ന ഡെന്റൽ റിലേറ്റഡ് സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.